അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത് ഞാൻ എങ്ങനെയാണ് ഐലൈനർ എഴുതുന്നത്, ഞാൻ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഐലൈനർ ഉള്ളിൽ നിന്ന് എഴുതാതെ പുറത്തുനിന്ന് എഴുതാനായിട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നല്ല ഷേപ്പിൽ എഴുതാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ ഉള്ളിൽ എഴുതാനായിട്ട് ശ്രമിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിക്കായിട്ട് കിട്ടുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ ഒരു കുറച്ച് കുഞ്ഞു കണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഐലൈനർ ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് പുറത്ത് കൂടെ എഴുതി കൊടുക്കാറേ ചെയ്യാറുള്ളൂ. സെക്കൻഡ് ടൈം ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മസ്കാര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ആ ഐലൈനർ വെച്ചിട്ട് എൻ്റെ ലാഷസിൽ എഴുതി കൊടുക്കാറുണ്ട്. അപ്പം എനിക്കെന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ കണ്ണിൻ്റെ ലാഷസിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി ഐലൈനർ എടുത്ത് ചെയ്യാതിരിക്കാൻ നോക്കണം, അല്ലെങ്കിൽ വൃത്തികേടായി പോകും. തേർഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിയിൽ അറ്റത്ത് മാത്രം ഇട്ട് കുറച്ച് ഐലൈനർ എടുത്ത് പുരട്ടുക. ഫുള്ളും പുരട്ടരുത്, അറ്റത്ത് മാത്രം ഇട്ട് കുറച്ച് പുരട്ടിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടി കണ്ണ് നല്ല ഭംഗിക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഐലൈനർ വെച്ച് എഴുതുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക.